മോഹൻ പറഞ്ഞു, ട്രെയിൻ ആക്സിഡന്റ് കേസിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്ഡേറ്റ് അറിയുന്നില്ല. അപ്ഡേറ്റ് നമുക്ക് നൽകാം. തിരുവനന്തപുരത്ത് വർക്കലയിലും ഒരു മദ്യപൻ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നാണ് ആശ്വാസകരമായ വാർത്ത. ശ്രീകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സുജിത്തെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി, പക്ഷേ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കൈൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷയുള്ള വാർത്ത തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ശ്രീകുട്ടി ജീവിതത്തിലേക്ക് തിരികെ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ് ഉള്ളതെങ്കിലും ശ്വാസം എടുത്തു തുടങ്ങിയിരിക്കുന്നു. വെന്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ ശ്വാസം എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ICUവിൽ നിന്നും എത്രയും ദിവസങ്ങൾക്കകം തന്നെ മുറിയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ഇപ്പോൾ പനി ബാധിതയാണ്. അതിൻ്റെതായ ചില അസ്വസ്ഥതകളൊക്കെ തന്നെ ശ്രീകുട്ടിക്ക് ഉണ്ട്. പക്ഷേ തലച്ചോറിനേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ ആ പരിക്കുകൾ ഭേദപ്പെടുന്നതിന് ഏറെ നാളുകൾ വേണ്ടിവരുമെന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും അമ്മ പ്രിയദർശിനിയും അതുപോലെ തന്നെ സഹോദരൻ ശ്രീഹരിയും ഒക്കെ തന്നെ ഇപ്പോഴും അവർ ജോലിയൊക്കെ ഉപേക്ഷിച്ച് തന്നെയാണ് ഇപ്പോൾ ശ്രീകുട്ടിക്കൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. മറ്റൊന്ന്, ഇവരുടെ ചികിത്സാ സംബന്ധമായുള്ള പണത്തിന് വളരെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യ ദിവസങ്ങളിൽ റെയിൽവേ ചില ചെറിയ സഹായങ്ങൾ നൽകിയതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സഹായങ്ങളൊന്നും തന്നെ ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും വളരെ ശുഭകരമായ ആശ്വാസകരമായ പ്രതീക്ഷ ഉണർത്തുന്ന വാർത്ത തന്നെയാണ്. ശ്രീകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.